നമുക്ക് കാസർഗോഡ് നിന്നാണ് ഈ ഒരു ബേസ് മോഡൽ ബലേനോ വന്നിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് മിറർ ഫോൾഡിങ് ചെയ്യേണ്ട ഒരു കിറ്റ്, ഓട്ടോ ഫോൾഡിങ് അടക്കം, അതേപോലെ തന്നെ റിയർ AC ചെയ്യാനുണ്ട്, സ്റ്റീറിംഗ് ചെയ്യാനുണ്ട്, 360 ഡിഗ്രി ക്യാമറ ചെയ്യുന്നുണ്ട്, 4 ഡോറിലും പൈനിയറിന്റെ കോമ്പോണന്റ് കോവാക്സിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സീറ്റൊക്കെ അഴിച്ചിട്ടുണ്ട്, നമ്മളെ ഡാഷ്ബോർഡ് അഴിച്ചിട്ട് അതിന്റെ റിയർ ACയുടെ ആ ഒരു പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്തു. ഈ ഒരു പോർഷൻ വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ ആംറസ്റ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്താൽ മതി. അതിന്റെ ആ ഒരു വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. റിയർ AC ഞാൻ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. സ്റ്റിയറിംഗ് ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ള ബേസ് മോഡലിന്റെ. അതിൽ ക്രൂസ് കൺട്രോൾ ചെയ്യണില്ല, പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മളിപ്പോ എല്ലാ വണ്ടിക്കും ഫ്രോൺസ് ബലേനോ നമുക്കിപ്പോ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതില് ബേസ് മോഡൽ വരുന്ന മിറർ ഞാൻ കാണിച്ചു തരാം. ഇതില് സ്പീക്കേഴ്സ് പൈനിയറിന്റെയാണ്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്യാൻ പോണെ. കോമ്പോണന്റ് ഫ്രണ്ടിലും കോവാക്സിലും ബാക്കിലത്തെ കോമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഫ്രണ്ടിൽ വെക്കണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ആദ്യം സോൾഡർ ചെയ്തു. ഇത് വയർ കട്ട് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു സോക്കറ്റ് കേട്ടോ, ഫീമെയിൽ സോക്കറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് സോൾഡർ ചെയ്തിട്ട് അതിൽ നമ്മൾ ഗ്ലൂ ഗൺ ഇട്ടിട്ട് ഫില്ല് ചെയ്തു. കാരണം വെച്ചാൽ നമുക്ക് ഈർപ്പം കയറിയിട്ട് ആ ഒരു സോൾഡർ ചെയ്ത ഭാഗം പോകണമെന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സ്പീക്കറും ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ക്ലിപ്പ് അടിക്കുമ്പോൾ ചെറിയൊരു ഈർപ്പം തട്ടുമ്പോഴേക്കും അത് കട്ടാവും, തുരുമ്പ് വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പൊ അതന്നെ ഇത് കണ്ടോ, ആ ഒരു മെയിൻ സോക്കറ്റ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് സ്പീക്കേഴ്സ് കണക്ട് ചെയ്താൽ മതി. പിന്നെ സ്പീക്കർ ബാക്കിൽ നമുക്ക് ഡോറിലേക്ക് കണക്ഷൻ വരില്ല. അത് ഈ പില്ലറിന് നമുക്ക് എടുത്തിട്ട് നമ്മൾ ഡോർ പേഡ് ഓൾറെഡി ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. സിസിയുടെ ആ ഒരു കണക്ഷൻ വന്നിട്ടുള്ള 2 സൈഡ് മിററിലേക്കും വരും, ഫ്രണ്ട് ബമ്പറിലേക്കും ബാക്ക് ഡിക്കിയിലേക്ക് വരിക. അതിന്റെ ക്യാമറയൊക്കെ നമ്മളിപ്പോ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞു. ഈ ലുക്കിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ 1080 ആണ് കേട്ടോ ക്ലാരിറ്റി, അടാറ് ക്ലാരിറ്റി ആയിരിക്കും. മിറർ ഫോൾഡിങ്ങിന്റെ ആ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ച് 2 ഡോറിലേക്ക് വലിച്ചിട്ടുണ്ട്. ഫ്രണ്ട് 2 ഡോറിലാണ് വരിക. ഇങ്ങനെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് ഇട്ടതാണ്. ഇതില് ആഫ്റ്റർ മാർക്കറ്റ് കിറ്റാ വരുന്നത്. ഈ ഒരു കിറ്റിൽ ഇതേപോലുള്ള സ്ലീവ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സെപ്പറേറ്റ് ഇതേപോലെ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ഒതുക്കി ഫിറ്റ് ചെയ്യണം. കാരണം ഇതൊക്കെ നമ്മൾ ഒരു ടൈമിലേ ചെയ്യുള്ളൂ. അത് ചെയ്യുമ്പോൾ നല്ല വൃത്തി ഇതേപോലെ ഫ്ലെക്സിബിൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് ടൈ അടിച്ച് അതാത് രീതിയിൽ എങ്ങനെയാണോ വയറിംഗ് കിറ്റ് ഒക്കെ പോണേ അതേപോലെ പോകണം. കാരണം വെച്ചാൽ ചില വണ്ടികൾ മിറർ ഫോൾഡിങ് ഫിറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ കാണാറുണ്ട്. വെറുതെ ഈ ആക്സിലേറ്ററിന്റെ പെഡലിന്റെ അവിടെയൊക്കെ വെറുതെ തൂങ്ങി കിടക്കലും കാര്യങ്ങളൊക്കെ. പക്ഷെ അതേപോലെ ഒന്നും വലിക്കരുത്. എങ്ങനെയാണോ വയറിംഗ് റൂട്ട് പോകണത് അതേപോലെ കൊടുക്കണം. പിന്നെ ഇതിന്റെ ECU ആയിട്ടുള്ള ടച്ച് വരുത്തുന്ന കണക്ഷനിലൊന്നും എടുത്തു കൊടുക്കാറില്ല. ഒരു വണ്ടി ഇന്നാൾ വന്നിട്ട് ഒരു ആംബിയൻസ് ലൈറ്റ് ഫിറ്റ്മെന്റ് ചെയ്ത കണക്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ പമ്പിന്റെ കണക്ഷൻ എടുത്തിട്ടാണ് കിയോൺ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് കട്ടാവണമെന്നുള്ള പറഞ്ഞിട്ട് കംപ്ലൈന്റ് ആയിട്ട് വന്നതാണ്. നമ്മളത് മാറ്റി കൊടുത്തു. അതൊക്കെ ഞാൻ പറഞ്ഞ അതേപോലെ ECU റിട്ടേൺ വരുന്ന കണക്ഷൻ ഒരിക്കലും എടുക്കാണ്ടിരിക്കുക. അറിയാം, നമ്മളെ സ്റ്റീറിംഗ് ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റീറിംഗ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ പിന്നെ ആഡ് ചെയ്യാന്ന് പറഞ്ഞ്. പിന്നെ റിയർ AC നമ്മൾ ഡാഷ്ബോർഡൊക്കെ അയച്ചിട്ട് കയറ്റി അതിന്റെ ആംറസ്റ്റിൽ നമുക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ പൈനിയറിന്റെ കോമൺ സ്പീക്കേഴ്സും കോവാക്സിൽ സ്പീക്കേഴ്സും മിറർ ഫോൾഡിങ്, അതേപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൂടി ചെയ്യാനുണ്ട്. പിന്നെ നമ്മളെ 360 ഡിഗ്രി ക്യാമറ 4x64ഉം അതേപോലെ തന്നെ 1080 ക്ലാരിറ്റിയുള്ള ക്യാമറയൊക്കെയാണ്. അതിൽ തന്നെ സിം ഇടാൻ പറ്റും, നമുക്ക് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു ബലേനോ നമ്മളടുത്ത് വർക്കിന് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ള ഒരു വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. പിന്നെ നമ്മൾ വയനാട് 24-ാം തീയതി വരുന്നുണ്ട്. അപ്പം 28-ാം തീയതി കോഴിക്കോടും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും അല്ലറച്ചുള്ള വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളടുത്ത് ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. മെയിനായിട്ട് നമ്മൾ സർവീസിനായിട്ട് വരുന്നതാണ്. കംപ്ലൈന്റ് വർക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട് നമ്മളെല്ലാം ഓൾ കേരള പോയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ സ്പെഷ്യലായിട്ട് ടോപ്പിലെ സ്റ്റീറിംഗും ക്രൂയിസ് കൺട്രോളും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വർക്കിനായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോ അല്ലാണ്ടും നമ്മളെ മിറർ ഫോൾഡിംഗ് ഇങ്ങനെ ബേസ് മോഡൽ വണ്ടിയിൽ ടോപ്പ് എൻഡ് ആക്കണ രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു വണ്ടി കടയിൽ വന്ന് എന്തൊക്കെ ചെയ്യണേന്നൊന്ന് കാണിക്കാനായിട്ട് ഇതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിട്ട് യൂട്യൂബിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഇത് ഇൻസ്റ്റയിൽ എന്തായിട്ടും നമ്മൾ ഇതിന്റെ റിസൾട്ടും വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും കേട്ടോ, എല്ലാം ഉൾപ്പെടുത്തിയിട്ട്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണാം.